രാത്രിയിലോ? പറയൂ, എന്താണ് രാത്രിയിൽ ചെയ്യുന്നത്? ആ പറ പ്രാച്ചി, മനു രാത്രിയിൽ എന്താ ചെയ്യുന്നേന്ന്? രാത്രിയില് രാജകുമാരൻ വരുടെ കഥ പറഞ്ഞു തരും. ഈ കുറുമ്പിയുടെ കാര്യം. അമ്മ മഹാറാണി, ഇതുവരെ വെണ്ണ കടയുന്ന ആൾ എത്തിയിട്ടില്ല. ഇനി എന്താ ചെയ്യുക? ആജി സാഹിബ്, മനു ഇത്രയും അധികം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വെണ്ണ കടയുന്ന ജോലിയും ഇവൾക്ക് തന്നെ ചെയ്തൂടെ? ശരി ആജി സാഹിബ്, ഞാൻ തന്നെ വെണ്ണ കടഞ്ഞോളാം. ഇതെന്താ സാഹുബായി, നിന്റെ കയ്യിൽ വാളോ? വാഹിനി സാഹിബ്, അത് പിന്നെ ഈ വാൾ നാനയുടേതാണ്. നാനയുടെ വാൾ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഈ സമയത്ത് അവൻ അഭ്യാസ മൈതാനത്തായിരിക്കുമല്ലോ. അവൻ അഭ്യാസത്തിനാണ് പോയതെങ്കിൽ സ്വന്തം വാൾ അവൻ കൂടെ കൊണ്ടു പോകില്ലായിരുന്നോ? അവൻ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എപ്പോഴും മൗനമായിരിക്കും. ഇപ്പോഴവൻ അഭ്യാസത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നു. സാഹുബായി, നീ വെറുതെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. നമ്മുടെ നാന അങ്ങനെയൊന്നും അല്ല. ഞാൻ നിന്നെ എപ്പോഴേ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ. എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാൻ തന്നോടെ ഈ ചോദിക്കുന്നത്. വൈശാലി, താനൊന്ന് സംസാരിക്കാനാ ഞാൻ എന്തൊക്കെ ചെയ്യണം? സമാധാനമായി. താനിങ്ങനെ ചിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. ഇനി പറയൂ, താൻ എന്തിനാ വിഷമിക്കുന്നത്? ധ്രുപദന്റെ വീട്ടിൽ വന്നിരുന്നു. പിതാവ് ഇപ്പോൾ എന്റെ വിവാഹത്തിന്റെ കാര്യം ചിന്തിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വരനെ അന്വേഷിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. നീ ഇങ്ങനെ പേടിക്കാതെ, എല്ലാം ശരിയാകും വൈശാലി. ഒന്നും ശരിയാകില്ല. അങ്ങേക്ക് എന്റെ പിതാവിനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? കാർണികുബ്ജ ബ്രാഹ്മണന്റെ മകളുടെ വിവാഹം ഒരു പേശയുടെ മകനോടൊപ്പം. അദ്ദേഹം നമ്മുടെ ഈ ബന്ധത്തെ ഒരിക്കലും സ്വീകരിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. താൻ എന്നെ വിശ്വസിക്കണം. ഞാൻ തന്നെ നമ്മുടെ അച്ഛനമ്മമാരോട് നേരിട്ട് സംസാരിക്കാം. അത് സംഭവ്യമാകില്ല യുവരാജൻ. എന്തുകൊണ്ട്? അന്ന് നദീതീരത്തിലും അമ്പലത്തിലും സംഭവിച്ച കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയുള്ളൂ. എനിക്ക് അങ്ങയെയും അങ്ങയുടെ പിതാവിനെയും അപമാനിക്കുന്നത് കാണാൻ സാധിക്കില്ല. പക്ഷെ വൈശാലി, അങ്ങയുടെയും എന്റെയും ഒത്തുചേരൽ ഈ ജന്മത്തിൽ സംഭവ്യമാകില്ല. ഞാൻ ഇനി മുതൽ അങ്ങയെ കാണാൻ വരില്ല. വൈശാലി, 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 ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ ദൈവമേ, ഇനിയുണ്ടോ? ഇനി 3 പാത്രം കൂടി ബാക്കിയുണ്ട്. എന്ത് ചെയ്യാനാ? ഇത്രയും ജോലി രാത്രിയായാലും തീരില്ലെന്നാ തോന്നുന്നു. ഇന്ന് ക്രാന്തിഗുരു ഇവിടെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കും.
നന്നായി മോളെ. ഒരു കാര്യം നീ തെളിയിച്ചിരിക്കുകയാണ്. സ്ത്രീ കുടുംബജീവിതത്തിലാണെങ്കിലും രണഭൂമിയിലാണെങ്കിലും അവൾ വിചാരിച്ചാൽ എല്ലാ മേഖലയിലും സർവശ്രേഷ്ഠയാകാൻ സാധിക്കുമെന്ന്. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ ഈ ജോലിയും എന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. എത്രത്തോളം അഭ്യാസമാണ് നീ നമ്മുടെ അഭ്യാസ കളരിയിൽ ചെയ്തിരുന്നത്. താത്യഗുരു, അങ്ങ് തന്നെയല്ലേ പഠിപ്പിച്ചത് എന്ത് ജോലി ചെയ്താലും മനസ്സിരുത്തി ചെയ്യണമെന്ന്? അതെ മോളെ, അതുകൊണ്ടാണ് നിന്റെ താത്യാഗുരു നിന്നിൽ അഭിമാനിക്കുന്നത്. പക്ഷേ നിന്റെ ശുദ്ധീകരണത്തിന് ശേഷം എനിക്ക് നമ്മുടെ അഭ്യാസ കളരി ശൂന്യമായിട്ടാണ് തോന്നുന്നത് മോളെ. എനിക്കും. എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഇതിൽ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. പുരാണത്തിൽ അർജുനന് ബൃഹന്നലയുടെ രൂപം ധരിക്കേണ്ടി വന്നതായി പറയുന്നു. പക്ഷെ അദ്ദേഹം അപൂർണമാക്കിയ കാര്യം നമ്മുടെ ഏകലവ്യൻ പൂർത്തിയാക്കിയതായും പറയുന്നുണ്ട്. ഏകലവ്യനോ? ഏകലവ്യൻ, ക്രാന്തിഗുരു. ക്രാന്തിഗുരു? അതെ മനു, അത് തന്നെയാണ് നമ്മുടെ ഏകലവ്യൻ. അദ്ദേഹത്തിന് നമ്മുടേതുപോലുള്ള ചിന്തയാണ്. ചിന്തിച്ചു നോക്കൂ മനു, വെള്ളക്കാരുടെ മന്ദിരത്തിൽ കയറി അവരുടെ പതാക കത്തിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യമുള്ളതെന്ന്. മലങ്ക് ബാബയെ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ച് അദ്ദേഹത്തിന് പകരം പ്രതീകമെന്ന രീതിയിൽ വെള്ളക്കാരുടെ തന്നെ കോലം തൂക്കുകയറിൽ തൂക്കി. മനു, എനിക്കൊരു കാര്യം ഉറപ്പാണ്. മാൻസന്റെ വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ചത് അതും ക്രാന്തിഗുരു ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ താത്യഗുരു, മോഷ്ടിക്കുന്നത് പാപമല്ലേ? തീർച്ചയായും പാപമാണ്. പക്ഷേ ശാസ്ത്രമനുസരിച്ച് അത്യാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി സാമം, ദാനം, ഭേദം, ദണ്ണം എന്നീ പ്രയോഗങ്ങൾ ഉചിതമാണ്. എന്റെ ദൃഷ്ടി അനുസരിച്ച് ക്രാന്തിഗുരു മഹാനാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ ക്രാന്തിഗുരു എന്ന വ്യക്തി ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? സത്യം ഇതാണ് മോളെ, എന്റെ സർവശ്രേഷ്ഠനായ ശിഷ്യൻ തീർച്ചയായും അയാളായിരിക്കും. ഞാനല്ലേ? നീയാണല്ലോ. പക്ഷേ അയാളുടെ കാര്യം മറ്റൊന്നാണ്. താത്യഗുരു, ഞാൻ... എന്താണ്? അതൊന്നുമില്ല, ഒന്നുമില്ല. അതല്ല മനു, നീ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പറയൂ. ഒന്നുമില്ല താത്യഗുരു, ഒന്നുമില്ല. മനു, സത്യമായിട്ടും നിനക്കൊന്നും പറയാനില്ലേ? സത്യം താത്യഗുരു, ഒന്നുമില്ല. മനുചേച്ചി, ആ ചേച്ചി ഉണ്ടല്ലോ കുസുമം, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ആ ചേച്ചി പറയുന്നു സ്ത്രീ സൈന്യത്തിലെ അഭ്യാസത്തിനായി ഇനി ഒരിക്കലും വരില്ല എന്ന്. അതിന്റെ കാരണം എന്താ? അതെന്താണെന്ന് എനിക്കറിയില്ല. എവിടെയാണ്? അമ്പലത്തിലാ. വാ പോ. എന്തു പറ്റി കുസുമം? നീ എന്തിനാ കരയുന്നേ? പറയുന്നേ, എന്തു പറ്റി? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മനു ചേച്ചി. പിന്നെ എന്റെ ചേച്ചി ഉണ്ടല്ലോ. ആ പറയേ, ചേച്ചിക്ക് എന്തു പറ്റി? അവളുടെ വിവാഹം നടക്കാനിരിക്കായിരുന്നു. എന്നിട്ട്? പക്ഷേ വരന്റെ ആൾക്കാർ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ? അവർ ശ്രേഷ്ഠമായാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. 500 ആൾക്കാരോളം
വിളിക്കണം. വരുന്ന എല്ലാ പേർക്കും ഭക്ഷണത്തിനും താമസത്തിനും ഉള്ളതുപോലെ എല്ലാ സൗകര്യങ്ങളും വേണം. ഇനി മനു ചേച്ചി തന്നെ പറയും, അച്ഛൻ ഇത്രയധികം പൈസ എവിടെ നിന്ന് കൊണ്ടുവരും? നമ്മുടെ കയ്യിലുള്ളതെല്ലാം തന്നെ വിറ്റാലും ഈ സൽക്കാരം നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കരയുന്നത് നിർത്തൂ കുസുമം. ഇനി എന്റെ ചേച്ചിയുടെ വിവാഹം എങ്ങനെ നടക്കും മനു ചേച്ചി? തീർച്ചയായും നടക്കും. ഗംഭീരമായി തന്നെ നടക്കും. അതെങ്ങനെയാ മനു ചേച്ചി? നീ ഒരു കാര്യം ചെയ്യ് കുസുമം. നീ നിന്റെ മുറ്റത്തെ മണ്ണ് കുഴിച്ചതിന് ശേഷം അതിനകത്തൊരു കുട നിക്ഷേപിക്കണം. എന്നിട്ട് അതിനെ മണ്ണുകൊണ്ട് മൂടണം. എന്നിട്ട് അതിന്റെ 4 ചുറ്റും മാവ് കൊണ്ട് വരയ്ക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമുള്ള ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ തീർച്ചയായിട്ടും സഹായിക്കാൻ വരുമെന്ന്. അപ്പൊ കുസുമൻ ചേച്ചിയെ സഹായിക്കാനായി അവരുടെ വീട്ടിൽ ഈശ്വരൻ വരുമോ? ആ, തീർച്ചയായിട്ടും വരും. കുസുമം, എനിക്ക് വിശ്വാസമുണ്ട്, രാത്രി സമയത്ത് ഈശ്വരൻ സ്വയം വന്ന് ആ കുടത്തിൽ പൈസ ഇട്ട് തരും. സത്യമായിട്ട് നടക്കുമോ മനു ചേച്ചി? നിനക്ക് ഭക്തിയുണ്ടെങ്കിൽ തീർച്ചയായും അത് സംഭവിക്കും. എവിടെയായിരിക്കും ഈ കുട്ടി ഇത് വച്ചിരിക്കുന്നത്? അല്ല, എവിടെയായിരിക്കും ആ കുട്ടി ഇത് വച്ചിരിക്കുന്നേ? ആജി സാഹിബ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? കഠാര. കഠാരയോ? എന്തിനാ? എന്റെ കഠാര നിങ്ങൾക്ക് എന്തിനാണ്? ആജി സാഹിബ്, ആ കഠാര മുത്തച്ഛൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. ആ കഠാര നിന്റെ തലേണയുടെ അടിയിൽ ഞാൻ വയ്ക്കും. കാരണം നീ മോശപ്പെട്ട സ്വപ്നം കാണാതിരിക്കാനാ. അല്ല ആജി സാഹിബ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കഠാര എവിടെയാ വച്ചിരിക്കുന്ന നീ? ആജി സാഹിബ്, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ചെല്ലേ, പോയി കൊണ്ടുവാ, പോ. ആജി സാഹിബ്, അറിഞ്ഞോ, നമ്മുടെ ബിഥൂരിൽ ഒരു കള്ളൻ എത്തിയിട്ടുണ്ട്. ആ, താത്തി ഗുരു എന്നോട് പറഞ്ഞത് വിളംബരം നടക്കുന്നുണ്ട്, അയാളെ പിടിച്ചുകൊടുത്ത വെള്ളക്കാർ സമ്മാനം നൽകുമെന്ന്. ഈ ദുഷ്ടന്മാരായ വെള്ളക്കാര് വിധുർവാസികളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? കള്ളന്മാര്. അയ്യോ ആജി സാഹിബ്, മോഷണം ബിഥൂരിലല്ല, കമ്മീഷണറിയിലാണ് നടന്നത്. കമ്മീഷണറിയിലാണോ നടന്നത്? അത് വളരെ നല്ല കാര്യമായി. എന്റെ ഭഗവാനെ, ആ കള്ളന് ദീർഘായുസ് നൽകണേ. ഈ ദുഷ്ടന്മാരായ വെള്ളക്കാർക്ക് ഇത് തന്നെ വേണം. ഇനി നോക്കിക്കോ, ആ വെള്ളക്കാര് വന്ന് മുത്തച്ഛനെ ഭീഷണിപ്പെടുത്തു. ഇനി വരികയാണെങ്കിൽ മുത്തച്ഛനോട് നമുക്ക് പറയണം, അവർക്കൊരു നാണയം പോലും കൊടുക്കരുതെന്ന്. അദ്ദേഹം നിങ്ങൾ പറയുന്നല്ല അനുസരിക്കുമല്ലോ. ആ, ഞാൻ പറയുന്നത് ബാജുറാവു നന്നായിട്ട് അനുസരിക്കും. അപ്പോ നിങ്ങൾക്കറിയാലോ അദ്ദേഹം എന്ത് ഉദാഹരണമാണെന്ന്. അദ്ദേഹം എല്ലാം പെട്ടെന്ന് എടുത്തു കൊടുക്കും. കഴിഞ്ഞ തവണ അയാള് 1200 കൊണ്ടുപോയത്, ഇത്തവണ അയാള് 12,000 കൊണ്ടുപോകും. അല്ല, എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ എന്താ ആരെങ്കിലും നിധി കുഴിച്ചിട്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ തന്നെ പോയി ബാജുറാവിനോട് പറയാം. നമ്മൾ വിഡ്ഢികളാണെന്നാണോ കരുതിയത്? ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാൻ സ്വർണം കൊടുക്കണം, വെള്ളി കൊടുക്കണം, അങ്ങനെ ഓരോ. ആശ്ചര്യമായിരിക്കുന്നു. കമ്മീഷണറിയിൽ മോഷണം നടന്നോ? അവിടെ കഠിനമായ കാവലുണ്ടല്ലോ. ശ്രീമന്ത്, ഈ മോഷ്ടാവ് ഒരു സാധാരണ വ്യക്തിയായി എനിക്ക് തോന്നുന്നില്ല. ശ്രീമന്ത് സർക്കാർ, ഈ ദുഷ്ടനായ വെള്ളക്കാരൻ മാൻസൻ എപ്പോഴും അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയമാകുന്നു. മുമ്പത്തേതുപോലെ ഇത്തവണയും ഈ സംഭവം അങ്ങയുടെ മേൽ ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന്. നാനാ സാഹിബ്, അങ്ങയുടെ എന്റെ ഒത്തുചേരൽ ഈ ജന്മത്തിൽ സംഭവ്യമാകില്ല. നാനാ സാഹിബ്,
നാനാ സാഹിബ്, അച്ഛാ, എന്തുപറ്റി? മനസ്സെവിടെയാണ്? അതൊന്നുമില്ല. ഞാൻ ബിദൂറിലെ ഗ്രാമം ഒന്നുമില്ല. ശ്രീമദ് മഹാരാജൻ വിജയിക്കട്ടെ. കുറച്ച് ബിദൂർവാസികൾ അങ്ങയെ മുഖം കാണിക്കാൻ വന്നിരിക്കുകയാണ്. വരാൻ പറയും. പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? മഹാരാജൻ, ഇത്തവണ രാമലീല നടത്താനുള്ള മോഹവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നാം സാക്ഷാത്കരിക്കാം. പറഞ്ഞോളൂ, നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മഹാരാജൻ, ബിദൂറിലെ രാമലീല കാണാൻ മറ്റു ഗ്രാമവാസികളെയും അനുവദിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായും സഖറാം. ശ്രീമദ് സർക്കാർ, രാമലീല ഉത്സവത്തിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. എന്റെ ദൈവമേ, ഇതെങ്ങനെ ഇവിടെ വന്നു? ആരാണ് ഇവിടെ വച്ചത്? ശ്രീമൻ സർക്കാരിനെ അറിയിക്കണം. സഖറാം, എന്താണിത്? ശ്രീമൻ സർക്കാർ, ഇത് ഖജനാവിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഖജനാവിൽ നിന്നോ? അതെ ശ്രീമൻ സർക്കാർ. ഇതിൽ എന്താണ് മുദ്രണം ചെയ്തിരിക്കുന്നത്? ശ്രീമദ് ക്രാന്തി ഗുരു. അത് തുറക്കുക. അതിലെന്താണെന്ന് നോക്കാം. ശ്രീമൻ സർക്കാർ, സ്വർണ്ണ നാണയങ്ങൾ. സ്വർണ്ണ നാണയങ്ങളോ? അതെ ശ്രീമൻ സർക്കാർ. കൂടാതെ ഈ പെട്ടിയിൽ ക്രാന്തി ഗുരുവിന്റെ ഒരു സന്ദേശവുമുണ്ട്. ശ്രീമൻ സർക്കാർ, ഈ പണം ദുഷ്ടന്മാരായ വെള്ളക്കാർക്കുള്ളതല്ല, ബിധൂരിലെ ജനങ്ങളുടെ സമ്പത്താണ്. അതിനാൽ ഞാനിതിനെ ഉചിതമായ കൈകളിൽ എത്തിക്കുകയാണ്. പക്ഷേ ഇതിൽ 100 സ്വർണ്ണ നാണയങ്ങളുടെ കുറവുണ്ടാകും. അതൊരു നിർധനരായ കുടുംബത്തെ സഹായിക്കാനെടുത്തതാണ്. ക്രാന്തി ഗുരു. അത്ഭുതമായിരിക്കുന്നു. മാൻസറിനെ പോലെ ദുഷ്ടനായ കമ്മീഷണറുടെ വീട്ടിൽ നിന്നും ഈ പണം മോഷ്ടിച്ച ക്രാന്തി ഗുരു ആരായിരിക്കും? അങ്ങനെ ഒരു മോഷ്ടാവിനെ 100 തവണ നമസ്കരിക്കാൻ കൊതുക്കുകയാണ് നാം. പക്ഷേ ശ്രീമൻ സർക്കാർ, ഈ ദുഷ്ടന്മാരായ വെള്ളക്കാർ എല്ലായ്പ്പോഴും ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ അങ്ങയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാൻസന് ഇവിടെ നിന്ന് അങ്ങ് കൈക്കൂലിയായി കൊടുത്തുവിട്ട പണം ക്രാന്തി ഗുരുവിലൂടെ അങ്ങയുടെ ഖജനാവിൽ തന്നെ എത്തിയിരിക്കുകയാണ്.
ഇക്കാര്യം മാൻസണിൽ എത്തിച്ചേരാൻ വലിയ താമസമില്ല. ക്ഷമിക്കണം മഹാരാജൻ. മന്ത്രി അദ്ദേഹം കരുതുന്നത് പോലെ കഴിഞ്ഞ 13 വർഷമായി അങ്ങയുടെ കാരുണ്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അതുപോലെ മഹാരാജൻ, ബിദൂറിലെ 20 നിരപരാധികളെ അങ്ങ് തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ച സംഭവവും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. മരിക്കേണ്ടി വന്നാലും അങ്ങയോടും ക്രാന്തി ഗുരുവിനോടുള്ള നന്ദിയില്ലായ്മ കാണിക്കില്ല മഹാരാജൻ. വിഷമിക്കേണ്ടതില്ല. നമുക്ക് താങ്കളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും ബിദൂർവാസികൾക്ക് രാമലീലയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്രാവശ്യത്തെ ഉത്സവം ശ്രേഷ്ഠമായിരിക്കണം. ഒരു കാര്യത്തിനും കുറവുണ്ടാകാൻ പാടില്ല. തീർച്ചയായും മഹാരാജൻ.